ദേശീയ തലത്തിൽ പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് കെപിസിസി നേതൃത്വത്തിലെ അഴിച്ചുപണിയെ പറ്റിയുള്ള ചർച്ച സജീവമായി. അടുത്ത വർഷം അവസാനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും 2026 ആദ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിയെ ഒരുക്കേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി കൂടി താങ്ങാനുള്ള കരുത്ത് പാർട്ടിക്കില്ല എന്ന വീണ്ടും വിചാരത്തിൽ രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ട് പുതിയ കെപിസിസി അധ്യക്ഷനെ നിയമിക്കുന്നതിന് കോൺഗ്രസ് ഗൗരവമായി തന്നെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ തുടങ്ങിയ നേതാക്കളുടെ നീണ്ട നിരയെ ഏകോപിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തം പുതിയ കെപിസിസി അധ്യക്ഷനാണ്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി പാർട്ടി മെഷീനറി പൂർണ്ണമായി സജീവമാകാൻ കെൽപ്പുള്ള നേതൃത്വമാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലെ ഏക പോംവഴി. പ്രവർത്തന മികവ് പ്രകടമാക്കാൻ കെ. സുധാകരന് കഴിഞ്ഞില്ല എങ്കിലും ഓടി നടന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അനുവദിക്കുമോ എന്നതിൽ നേതൃത്വത്തിന് ആശങ്കയുണ്ട്. പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾ പാർട്ടിയിൽ ആരംഭിച്ചിട്ടുമുണ്ട്. 4 തവണ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലെത്തിയ ആന്റോ ആന്റണിയാണ് കെപിസിസി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാൾ. ക്രൈസ്തവ സഭകളെയും മറ്റ് സാമുദായിക സംഘടനകളെയും പാർട്ടിയുമായി അടുപ്പിക്കാൻ ആന്റോയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട്. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നീ പേരുകളും ചർച്ചയിൽ സജീവമായി തന്നെയുണ്ട്. കേന്ദ്ര നേതൃത്വവുമായി ഇത് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. കെപിസിസി നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി മുതിർന്ന നേതാക്കളുമുണ്ട്. കെ. സുധാകരനുമായി അടുപ്പമുള്ളവർ അദ്ദേഹം തുടരട്ടെ എന്ന നിലപാടിലുമാണ്. അധ്യക്ഷ പദവിയിലെ മാറ്റത്തിനൊപ്പം തന്നെ പാർട്ടി പുനഃസംഘടനയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മാറ്റം നടപ്പിലാക്കുമെന്ന ആത്മവിശ്വാസമാണ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. പുനഃസംഘടന പൂർണ്ണമായും നടന്നില്ല എങ്കിൽ DCC തലത്തിലെങ്കിലും തർക്കങ്ങളില്ലാത്ത മാറ്റത്തിനാണ് ആലോചന. പുനഃസംഘടന എങ്ങനെയെന്നതിന്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളെടുക്കും. മധ്യ തിരുവിതാംകൂർ അടക്കമുള്ള ക്രിസ്ത്യൻ മേഖലയിൽ BJP നടത്തുന്ന തന്ത്രപരമായ കടന്നുകയറ്റം കോൺഗ്രസിന് ഭീഷണിയായേക്കാം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഗോവ ഗവർണറായ PS ശ്രീധരൻപിള്ള എന്നിവർക്കുള്ള സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയുന്നുമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണെന്ന ബോധ്യം പാർട്ടിക്കുണ്ട്. ഈഴവ, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്. നേതൃമാറ്റം പരിഗണിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാവുക. ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ പാർട്ടി കൂടുതൽ ചെറുപ്പമാകേണ്ടതുണ്ട് എന്ന വികാരത്തിന് മുൻതൂക്കം ലഭിക്കാൻ ഇടയാക്കിയിട്ടുമുണ്ട്. പരിചയസമ്പത്തിനൊപ്പം തന്നെ താഴെത്തട്ട് മുതൽ സംഘടനയെ ചലിപ്പിക്കാൻ ശേഷിയുള്ള നേതൃത്വം വേണമെന്ന ആവശ്യം അണികൾക്കിടയിലും സജീവം തന്നെയാണ്. ഒഴിവുകൾ നികത്തിക്കൊണ്ട് കെപിസിസിയും പ്രവർത്തന മികവ് മാനദണ്ഡമാക്കിക്കൊണ്ട് DCCകളും പുനഃസംഘടിക്കണോ, 2 ഘടകങ്ങളിലും അടിമുടി മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. പുനഃസംഘടന 10 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാവുന്ന കാര്യമാണ് എന്നും അത് 3 ആഴ്ചയ്ക്കകം ഉണ്ടാകുമെന്നായിരുന്നു കെപിസിസിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും അത്രയും എളുപ്പമല്ല അക്കാര്യമെന്ന് പാർട്ടിക്ക് നന്നായി ബോധ്യവുമുണ്ട്. ഏത് അളവുകോൽ വെച്ച് കഴിഞ്ഞാലും ഒഴിവാക്കപ്പെടുന്നവരുടെയും അവരെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെയും എതിർപ്പുകൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാവുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് 1 വർഷത്തോളം ബാക്കി നിൽക്കുകയും ചെയ്യുന്ന ഈ സമയം അനുയോജ്യമാണെന്നാണ് പാർട്ടി തന്നെ കരുതുന്നത്. കെപിസിസിയിൽ ട്രഷററുടെയും 2 ജനറൽ സെക്രട്ടറിമാരുടെയും ഒഴിവുകളുമുണ്ട്. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരിൽ പലരും അനാരോഗ്യം നേരിടുന്നതിനാൽ 10 ജനറൽ സെക്രട്ടറിമാരെയെങ്കിലും അധികമായി നിയമിക്കണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമാണ്. ഇവർക്ക് കീഴിൽ ജില്ലയിൽ കുറഞ്ഞത് 2 പേർ എന്ന കണക്കിൽ കെപിസിസി സെക്രട്ടറിമാരെ വെക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് PT തോമസിന് പകരം ഒരാൾ വന്നിട്ടില്ല എന്നതും ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. കെപിസിസി ഭാരവാഹികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ എതിരഭിപ്രായം ഉള്ളവരുമുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയുടെ എണ്ണം വർദ്ധിച്ചത് ജംബോ കമ്മിറ്റിയായ ശേഷം ഒരു യോഗം പോലും ചേർന്നില്ല എന്നതും ഉദാഹരണമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്നെ സുധാകരൻ വീണ്ടും ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നുണ്ട്. പാലക്കാട് ഉന്നത വിജയം നേടിയപ്പോൾ അത് കോൺഗ്രസിനുള്ളിലെ എല്ലാ ചേരുവ തിരിവുകളും വ്യക്തമായി തന്നെ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പാലക്കാടത്തെ ഉന്നത വിജയം അത് വി.ഡി. സതീശന്റെ പ്രവർത്തന മികവ് കൊണ്ടാണെന്ന് വി.ഡി. പക്ഷവും അതേസമയം തന്നെ കെ.സി. വേണുഗോപാലിന് ശേഷം വലിയ നേട്ടമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ.സി. പക്ഷവും, എന്നാൽ കെ. സുധാകരന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധാകരൻ പക്ഷവും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വാർത്ത അത്ര സജീവമായി രംഗത്ത് വന്നില്ല എങ്കിൽ പോലും പക്ഷേ പാലക്കാടത്തെ വിജയത്തിന്റെ നേട്ടം കൊയ്യാൻ എല്ലാ ചേരികളും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അത്തരമൊരു നീക്കം പ്രത്യേകിച്ചും കെ. സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അത്
കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ചിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും കൂടിയാണ്. കാരണം കാലങ്ങൾ അധികമായിട്ടുണ്ട് സുധാകരനെ തഴയാനുള്ള അല്ലെങ്കിൽ സുധാകരനോടുള്ള അവഗണന പാർട്ടി തുടരുന്നു എന്ന തരത്തിലുള്ള ആശങ്ക കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും അത് ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള വാവിട്ട വാക്കുകളും പലതരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനാരോഗ്യവും അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ KPCCയിലാണെങ്കിലും അതല്ല കോൺഗ്രസിലാണെങ്കിലും അതല്ല പ്രതിപക്ഷ നേതാവാണെങ്കിലും പലപ്പോഴും പല ആവർത്തി സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം തന്നെ സുധാകരനെ നീക്കണം എന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ സുധാകരൻ തന്നെ തുടരണം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ സുധാകരൻ പക്ഷത്തു നിന്നുള്ള ആളുകളുടെ പിന്തുണ മാത്രമേ ഉണ്ടാകൂ എന്നതും മറ്റൊരു ഘടകം തന്നെയാണ്.